ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. വളരെയധികം ഫ്ലക്ച്വേഷൻ ഉണ്ടായ മാർക്കറ്റാണ് ഇന്നത്തെ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയും ഓപ്ഷൻസും. പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു എൻട്രിയും എക്സിറ്റും റിവേഴ്സലും, അതായത് നമുക്കൊരു മാർക്കറ്റ് ഹൈക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പെട്ടെന്നൊരു സഡൻ ഹൈക്ക് അല്ലെങ്കിൽ സഡൻ ഫോളോ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ എൻട്രി എടുക്കണോ? അവിടെ ഒരു പ്രോപ്പർ നമുക്ക് ബൈ ട്രേഡ് കിട്ടുമോ? അത് സെൽ ട്രേഡിലേക്കാണ്? അത് നമുക്കൊരു ഹൈക്ക്, അതായത് കൺഫ്യൂസിങ് ആവുന്ന മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കറക്റ്റ് എൻട്രി പിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ മാർക്കറ്റിൽ കാണിക്കുന്നത്. ഇന്നത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ കോളും പുട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. രാവിലെ ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു, നല്ലൊരു ഡൗൺ സൈഡ് 2 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെയും ഡൗൺ ഇറങ്ങി, പിന്നെ എഗെയിൻ ഇപ്പോൾ അപ് ട്രെൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലിപ്പോൾ കോൾ ഓപ്ഷനിലാണ് പെർഫോമൻസ് ഞാൻ കാണിച്ചത്. ഇപ്പോഴത്തെ കോൾ ഓപ്ഷൻ 50,300 കോൾ ഓപ്ഷൻ ഇപ്പം മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ബൈസിക്കിൾ തന്നു 144, അതിൻ്റെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് 3 എണ്ണം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 168 പോയിന്റ് 167 പോയിന്റോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഫുഡ് സൈഡാണ്. ഫുഡ് സൈഡിൽ ഇപ്പോൾ ഡൗൺ സൈഡ്, അതായത് മാർക്കറ്റ് കയറുന്ന വെച്ചാൽ ഫുഡ് സൈഡ് ഡൗൺ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രോഫിറ്റും അതിൻ്റെ റീ എൻട്രിയുടെ ടാർഗറ്റ് അടിച്ചതിൻ്റെ ബെൽ സൗണ്ട് എഫക്റ്റും ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നല്ല റിട്ടേൺസ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഡൗൺ ഇറങ്ങിയത് പ്രകാരം ഫുഡ് സൈഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് ഫുഡ് സൈഡിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് കഴിഞ്ഞ ദിവസത്തെ ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയത്. സെക്കൻഡ് ക്യാനിൽ 135 നമ്മൾ പിക്ക് ചെയ്ത പോർഷൻ 250 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആണ് രാവിലെ തന്നെ കിട്ടിയത്. അത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന് സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയതാണ്. അത് അവിടെ നിന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് രണ്ടാമത്തെ ക്യാനിൽ അടിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല റിട്ടേൺസ് കിട്ടി. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ആ ഓപ്ഷൻ എടുത്തത്. ഏതാണ് റേറ്റ് കിടക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു സിഗ്നലാണ് വരുന്നതെങ്കിൽ സിഗ്നൽ ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കൺഫർമേഷൻ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്യാനിൽ ട്രേഡ് എടുക്കാം. അത് റിവേഴ്സ് പോകുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കറക്റ്റായിട്ട് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ലാസ്റ്റ് വന്ന ബൈസിക്കിൽ നമുക്ക് കൺഫേംഡ് ആണ്. ക്യാൻഡിൽ കളറും ഗ്രീൻ, താഴെയും ഗ്രീൻ ബൈസോണും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്ന ടൈം കൊടുത്തിട്ടുണ്ട്, എൻട്രി പോയിന്റ് ടാർഗറ്റ്സും. അപ്പോൾ ഇതിൽ കൺഫേം ആണ് എടുത്ത് വെച്ചാൽ മതി. ഇവിടെ ക്യാൻഡിൽ കളർ ഓക്കെ ആണ്, താഴെ ഓക്കെയാണ്, ബൈസോൺ ഓക്കെയാണ് എടുക്കാം. അപ്പോൾ ഏത് റേറ്റാണ് നടക്കുന്നത് എൻ്റെ 100 പോയിന്റ് 200 പോയിന്റ് പിന്നിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ മണി പ്രകാരം ഞാനിവിടെ 300 ആണ് കോൾ ഓപ്ഷൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 1 മിനിറ്റിൽ സ്കാൽപ്പിങ്ങിൽ വന്ന പെർഫോമൻസ് ആണ്. 144 സിഗ്നൽ തന്നു, 3 ടാർഗറ്റ് അടിച്ച് ഇപ്പോൾ 180 പോയിന്റോളം കയറി നിൽക്കുന്നുണ്ട്. നല്ല ഹൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല റിട്ടേൺസ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഒരുപാട് നേരം നമ്മൾ ചാർട്ടിലിരുന്നുമില്ല, 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ഉപയോഗിച്ച് പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്തു. ഇപ്പോൾ ലാസ്റ്റത്തെ RSST എന്ന ലെവൽ ബ്രേക്ക് ചെയ്തപ്പോഴും നേരെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ആരും എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ പോയിന്റിൽ നമുക്ക് എടുക്കാം. അതിൻ്റെ ടാർഗറ്റ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീ എൻട്രി ലെവൽ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് ബ്രേക്കും പിന്നെ റീ എൻട്രി തരും. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ചെയ്ത് കൊടുത്ത് മെൻഷൻ ചെയ്ത് ഡയറക്റ്റ് എടുത്തു പോകും. അപ്പോൾ അവിടെ നിന്ന് കയറുന്ന കണ്ടോ, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അടിച്ചടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ റീ എൻട്രി തന്നു 350ക്ക് 368 റീ എൻട്രി. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. പഠിച്ചു കയറുന്ന കാണണോ, നമുക്ക് ആ പോയിന്റിൽ കറക്റ്റ് ഇവിടുന്ന് ബാക്ക് ട്രേഡ് വന്ന പോർഷനിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി പിടിക്കാം. കാരണം ഇത്രയും കയറിയുന്ന ബാക്ക് ട്രേഡ് ഇവിടം വരെ ഇറങ്ങിയിട്ടാണ് പിന്നെ തിരിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു പിന്നെയും നെക്സ്റ്റ് എൻട്രി ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ലൈവിൽ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ഡൗൺ ഇറങ്ങിയതല്ലാതെ മാർക്കറ്റ് പുൾ ബാക്ക് കഴിഞ്ഞ ശേഷം എഗെയിൻ ഡൗൺ പിന്നീട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ടാമത് പിന്നെ എൻട്രി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആക്ച്വലി പുട്ട് ഓപ്ഷൻ പിന്നെയും നമുക്ക് ആക്ച്വലി അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അപ്രോക്സിമേറ്റ് 135 പിന്നെയും രണ്ടാമത് എൻട്രി 319 വരെ നമുക്ക് പിന്നീടും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ബൈ ട്രേഡ് സോഫ്റ്റ്വെയർ കൺഫർമേഷൻ തന്നിട്ടില്ല, അതായത് എക്സ്ട്രാ കളറാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ താഴെ നോക്കുകയാണെങ്കിൽ അവിടെ ആക്ച്വലി റെഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കൺഫേം ഇല്ല, അവിടെ ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചിറങ്ങി. അപ്പോൾ പിന്നെയും ഇവിടെ ഒരു നമുക്ക് ഡൗൺ സൈഡ് എൻട്രി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബൈയിലേക്ക് കയറുന്നത്. ആ ബൈ നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബൈയിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ 5 മിനിറ്റ്സിൽ അടിച്ചിട്ടുണ്ട്, സെക്കൻഡും തേർഡും പെൻഡിങ് ആണ്. നല്ല രീതിയിൽ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ റീ എൻട്രി ലെവൽ ഇപ്പോൾ തന്നിട്ടുണ്ട്. റീ എൻട്രീൻ്റെ ടാർഗറ്റ് നമുക്കിവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൺഫർമേഷൻ നോക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. ഇപ്പം ഹൈക്കിൽ അടിച്ച് കയറുന്ന ക്യാൻഡിൽ തിരിച്ച് റിട്ടേൺ അടിക്കാൻ ചാൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ കൺഫർമേഷൻ, താഴത്തെ കൺഫർമേഷൻ ബാറോടെ കൺഫേം തരില്ല. ഇവിടെ കൺഫർമേഷൻ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡ് ഓക്കെ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എൻട്രി പിടിക്കാവുന്നതാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ നമ്പറിൽ നമ്മുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.